ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോർജ് വ്ലോഗ്സ് 2.0. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഗൈസ്, ഇത് ഞാൻ ഇപ്പോൾ കഴിച്ച് നമ്മുടെ യോഗട്ട് സംതിങ് ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിത് 2 ദിവസം മുന്നേ തേച്ച് കഴുകി വൃത്തിയാക്കി നമ്മുടെ വാഹയിട്ടിരുന്ന ടാങ്കാണ്. ഇത് നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം ആ ടാങ്കിൽ നിന്നും പിന്നെ നമ്മൾ അവിടെ നിന്നുള്ള പല സ്ഥലത്തു നിന്നും വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടൊഴിച്ച് ഒരു റിങ് വെള്ളമാക്കിയിട്ടുണ്ട്. ഇനി ഈ ടാങ്ക് നമ്മൾ ഇത്ര ഉണ്ടായിരുന്നതാണ് വെള്ളം, അത് നമ്മൾ ഒരു 2 റിങ് 2 1.5 ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ 1.5 റിങ് വെള്ളമാക്കിയിട്ടുണ്ട്. അതിനകത്ത് പകുതി വെള്ളം എടുത്ത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് നമ്മൾ ചോദിച്ചു ഇതിനകത്ത് എന്ത് മീനെ ഇടണ്ടേ നമ്മളെല്ലാവരും ചോദിച്ചു. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും കിട്ടിയില്ല, ഏത് മീനെ ഇടേണ്ടതെന്ന് ആരും പറഞ്ഞില്ല. സോ നമ്മൾ കുറച്ച് പുതിയ ഗപ്പീസിനെ വാങ്ങിച്ചായിരുന്നു ഇതിനകത്ത് ഇടാനായിട്ട്. അതിനെ കൊണ്ടുവന്ന കവറാണ് ഇത്. ഓക്കെ, നമ്മൾ കുറച്ച് പുതിയ ഗപ്പീസിനെ മേടിച്ചായിരുന്നു. മിക്സ്ഡ് ഗപ്പീസ് തന്നെ ഗൈസ്, ഒരു റെഡ് കളറ് കയറി വരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ അറിയപ്പെടുന്ന ഗപ്പിയൊന്നുമല്ല. ജസ്റ്റ് കണ്ട് ഇവിടെ കാണുന്ന ഈ ഗപ്പീസാണ് ഗൈസ്. ഈ ഒരു റെഡ് കളറൊക്കെ കയറി പോകുന്ന ഒരു കളറാണ്. ഈ കാണുന്ന ഗപ്പീസാണ് നമ്മൾ മേടിച്ചത്. അപ്പം ഇതിനെയാണ് നമ്മളെടുത്ത് ഈ ഒരു ടാങ്കിലോട്ട് ഇട്ടത്. പിന്നെ നമ്മൾ ഇതിൽ നിന്നൊരു 10-30 ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈയിട്ടു. ഇങ്ങനെ അതിനെ വിളിച്ച് ഈ വലയ്ക്കൊരു കോരി അതിനകത്ത് കൊണ്ടിട്ട്, അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ ടാങ്ക് നിങ്ങൾ നോക്കുക, ഈ ടാങ്ക് ഒന്ന് നോക്കുക. കണ്ടല്ലോ, ഈ ടാങ്ക് ഫുള്ള് കണ്ടല്ലോ. ഇതിൻ്റെ അടിയിലോട്ടൊക്കെ നോക്കുക, കുറച്ച് ഇലയും പിന്നെ അതിൻ്റെ അടി ഇപ്പം കാണിച്ചു തരാവേ. ഗൈസ്, എനിക്ക് അടിയിലോട്ട് എത്തുമെന്ന് തോന്നുന്നില്ല. കിട്ടി. ഓക്കെ, നമ്മൾ വെള്ളം ഒരുപാട് ഇളക്കാതെ നമ്മുടെ മീനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ എടുക്കുക. ഗൈസ്, ഈ കാണുന്ന ഈ സാധനം കണ്ടോ, ഇത് പായൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിൻ്റെ അടി ഫുള്ളിതെന്ന് പറഞ്ഞാൽ ഫുള്ളിത് ഈ സാധനമാണ്. അതുകൊണ്ട് ഈ ടാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെപ്പോഴും ഇതിനകത്ത് തണുപ്പായിരിക്കും. അതല്ലെങ്കിലും അങ്ങനെയാണ്, നല്ല തണുപ്പായിരിക്കും. ഈ ഒരു വെള്ളം ഇതിനകത്ത് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു 3-4 കൊല്ലമായിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും വെള്ളം മാറില്ല. ഒരു ഇത്രയും വലിയ ടാങ്കാണ്, ഒരു സീനും വരത്തില്ല വെള്ളം മാറിയില്ലെങ്കിൽ എന്നാണ് എൻ്റെ ഇത്രയും വർഷം ഞാൻ വളർത്തിയതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. പിന്നെ ഗപ്പീസിനെ വളർത്തുമ്പോൾ കുറച്ച് ഇലയും കുറച്ച് അത്ര ക്ലിയർ വെള്ളമൊന്നുമല്ല, കുറച്ച് ഇരുണ്ട വെള്ളമൊക്കെ വേണം നമ്മുടെ ഗപ്പീസിന് വളരാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കും നോക്കിയാൽ ഇത് കണ്ടോ, നല്ല തെളിഞ്ഞ് ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഡക്ക് വീഡ് ആസോളോ അതെന്താണെന്ന് അറിയത്തില്ല. ആ ഒരു പായൽ, ആ ഒരു പോള കൊടുത്ത സാധനം, പിന്നെ അടി 2-3 ഇല, അത്രേ ഉള്ളൂ ഈ ഒരു ടാങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്ക് നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ടാങ്ക് ഒരുപാട് ഇളക്കാതെ ഇങ്ങനത്തെ നൈസ് സാധനം കുറച്ച്, ഇത് നമ്മുടെ ഗപ്പീസിന് ദോഷമുള്ള സാധനമാണോ അതോ നല്ല സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെ വേറെ കുഞ്ഞുങ്ങളാണോന്നില്ല, വേറെ നമ്മുടെ അത്യാവശ്യം വലിപ്പമുള്ള ഗപ്പീസൊക്കെ ഉടക്കുക മീൻസ് അതിനകത്ത് കയറി പറ്റിപ്പിടിച്ചിരിക്കുമോ അതോ അങ്ങനെ ചത്തുപോകുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഇത്രയും കൊല്ലം ഈ ഒരു സാധനം നമ്മുടെ ആ ഒരു ടാങ്കിനടിയിലുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം വന്നായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അപ്പുറത്തെ ടാങ്കിൽ നിന്ന് ഈ സാധനം എടുത്ത് ഇങ്ങനെ നൈസായിട്ട് താത്തി നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വെക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോ, കാണാൻ അത്രയും ഭാഗം കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ നമ്മൾ ആ സൈഡെല്ലാം കുറച്ചാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന ഈ അലുകുലത്തെ സാധനങ്ങളെല്ലാം മാറ്റി ഇങ്ങോട്ട് വെക്കുക. ഈ ഒരു ബക്കറ്റിനകത്ത് വെള്ളം നിറയ്ക്കുക. ഈ ഒരു ടാങ്കിൽ നിന്ന് ആ പായൽ പോലത്തെ സാധനം വാരുക, ഇതിനകത്തോട്ടിടുക. അപ്പോൾ നമുക്ക് ഇതിന്ന് വാരി ഇതിനകത്തിട്ട അവിടെ തൊട്ട് കാണാം. ഓക്കെ, ഞാൻ ഒന്ന് വാരട്ടെ. ഒന്ന് വാരി അതിനകത്തിട്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങളെ കാണിക്കാം. അല്ല നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഓക്കെ, വെയിറ്റ് കറോ. അപ്പോൾ ഗൈസ്, പരിപാടി കഴിഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ഈ ഒരു ഈ ഒരു സാധനം, ഈ ഒരു ഷീറ്റോ ഒരു സാധനം നമ്മളതിൻ്റെ മണ്ടയ്ക്കിരുന്ന ഒരു സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗപ്പി ഫിഷ് ടാങ്ക്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്ക് ഇരിക്കുന്നത്. ഓക്കെ സെറ്റല്ലേ? മറ്റേത് അങ്ങനെ, അത് നമ്മൾ മാറ്റണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഗൈസ്, കുറച്ച് നേരം ഇതൊക്കെ എടുത്തിട്ട് കൊല്ലങ്ങളായി. അയ്യോ, ഇതിലൊക്കെ ഇരിക്കുന്ന പാല് കണ്ടു. ഇത് നമുക്ക് നൈസായിട്ട് ഇതിനകത്തോട്ട് തന്നെ ഇറക്കി വെക്കാം.
ഇന്നത്തെ എന്നാലും ഒരെണ്ണം വേണമല്ലോ അല്ലേ? അതങ്ങനെ അതിനകത്ത് കിടന്നോട്ടെ. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ഇത്തിരി പായലങ്ങ് വാരുവാണ് കേസ്. വാരി നമ്മളിടാൻ പോവാണ് കേസ്. നമ്മുടെ ഗപ്പീസൊക്കെ ഇവിടെ കൂടി ഇങ്ങനെ ഓടിച്ചാടി നടപ്പുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ആ പായലങ്ങ് വാരി ബക്കറ്റിലിടാം കേസ്. ഓക്കെ, വെയിറ്റ് കറോ. എൻ്റെ പൊന്നോ ഗൈസ്, കാണണം. ഇത് കണ്ടോ ഗൈസ്, അത്ര ഒരു പാർട്ടിലെ മാറ്റിയപ്പോൾ നമ്മുടെ അടിയിലത്തെ നമുക്ക് ആ ഒരു കോൺക്രീറ്റ്, അതായത് ആ ഒരു സിമെൻറ്റിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റി ഗൈസ്. അപ്പോൾ എന്തോരം ഇതാന്ന് ജസ്റ്റ് കൈ നിറക്കി ഇത്ര എടുത്തുള്ളൂ ഗൈസ്. ഇത് എനിക്ക് 1 കിലോളം ഉണ്ട് ഗൈസ് ഈ സാധനം. വെള്ളത്തിൻ്റെയും കൂടെ ആയിരിക്കും, കാരണം ഒറ്റ ഒരു കോരിന് നമുക്ക് അത്രയും കിട്ടും. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഗപ്പീസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരാം ഗൈസ്. ഇവിടുന്ന് ഒറ്റ കോരി വരാൻ പോണേ. എൻ്റെ പൊന്നോ നോക്കിക്കണം. ഓ ഇതേണ്ട ഗൈസ്, ആ സിമെൻറ്റിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റി. ആഹാ പൊളി. നൈസ് സാധനം ഗൈസ്. ഇതെന്താണെന്ന് അറിയത്തില്ല, പായലാണോ അതോ വേസ്റ്റ് അതിൻ്റെ എല്ലാം കൂടെ ആയിരിക്കും ഗൈസ്. ഈ 2 സ്ഥലത്ത് കുറഞ്ഞ് കണ്ടോ. പിന്നെ വെള്ളം നൈസായിട്ട് നിളകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പീസിൻ്റെ വളർച്ചയുടെ രഹസ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്കിത് ഇച്ചിരി ഒതുക്കി മണ്ണും എല്ലാം കൂടെ അതുകൊണ്ട് ഗൈസ് ഒരു ഗ്ലാസ് ഒക്കെ എത്ര കൊല്ലം പഴക്കമുള്ളതാണ് നടത്തില്ല, അതിനകത്ത് തന്നെ നമുക്ക് ഇട്ടേക്കാം ഗൈസ്. ഏതാണ്ടൊക്കെ വേസ്റ്റൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമ്മളിതിനകത്ത് നിന്ന് കോരിയാൽ നമ്മുടെ ഗപ്പീസിന് വള്ളിയാവും. വള്ളി മീൻസ് പണിയാകാൻ സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ കുറേ പൊങ്ങി മണ്ടക്കോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നൈസായിട്ട് ഇതാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗപ്പീസിന് നടക്കാനോ നടക്കാനോ ഗപ്പി നടക്കൂ പറഞ്ഞു നടക്കാനോ ഇരിക്കാനല്ല നമുക്ക് ഗൈസ്. നമ്മളിങ്ങനെ ഗപ്പീസിന് ഇങ്ങനെ നീന്തി ഓടിക്കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഈ ഓടുന്ന പോലെ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മണ്ടക്കോട്ട് കുറച്ച് ഓട് വെക്കാം ഗൈസ്. ഓട് പൊട്ടിച്ച് വെക്കാം. അതിപ്പോൾ അതിനകത്തൊന്നും എടുത്ത് ഇപ്പോൾ വള്ളിയായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പണിയാവും തോന്നുന്നു. വെയിറ്റ് കറോ. അപ്പോൾ ഗൈസ് നമ്മളിവിടുന്ന് ഒരു ഓർഡർ എടുത്ത് ഗൈസ് നമ്മുടെ ഈ സ്പീക്കറിനകത്തൊക്കെ ഉറുമ്പതാണ്ടൊക്കെ കയറുന്നു. അപ്പോൾ നമ്മളൊരു ഓർഡർ എടുത്ത് ഓസ് കണക്ട് ചെയ്ത് നൈസായിട്ട് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചിട്ട് ഗൈസ് ഈ പായലെല്ലാം പൊങ്ങി വന്നു ഗൈസ് മണ്ടക്കോട്ട്. നമ്മുടെ മീൻ നീന്താൻ പറ്റത്തില്ല ഗൈസ്, അതാണ് ഇപ്പോൾ പ്രശ്നം. നമ്മൾ നൈസായിട്ട് അതെല്ലാം വലിച്ച് താഴോട്ടിട്ടിട്ട് ഒരു ഓട് എടുത്ത് അതിൻ്റെ മണ്ടക്കോട്ട് പൊട്ടിച്ച് ഓട് വെക്കാൻ പോവാണ്. പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഗൈസ്, എൻ്റെ കൈക്ക് ഭയങ്കര ശക്തിയാണ്. താഴെ പോകാത്ത രീതി അങ്ങ് പൊട്ടിക്കണം. ഓക്കെ, വെറുതെ എന്താ നമ്മൾ കൈക്ക് പണി ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. പൊട്ടിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ ഗൈസ്. രണ്ടായിട്ട് മുറിഞ്ഞ് അതായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് രണ്ടായിട്ടൂടെ പൊട്ടിക്കാൻ. ഓക്കെ, നമുക്കിത് രണ്ടായിട്ട് പൊട്ടിക്കാം. ഓക്കെ, സെറ്റ്. ഇത്രേ ഉള്ളൂ പണി. ഇനി നമുക്ക് ആ പായലെല്ലാം നൈസായിട്ട് താഴോട്ട് താക്കാം. കൈ ഫുള്ള് നനയും. ചെളിയെല്ലാം അളകുക ഗൈസ്. മെനക്കേടായി സത്യം പറഞ്ഞ. ഇടയ്ക്ക് വെച്ചാൽ മതിയായിരുന്നു, ഇത് തൊടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി ചോദിച്ച് മേടിച്ച പോലെ ആയി. നമ്മൾ ഓരോരോ കല്ല അതിൻ്റെ മണ്ടക്കോട്ടിടുകയാണ്. അല്ല പിന്നെ കൈസ് അതിങ്ങനെ പൊങ്ങി ഒരുമാതിരി ഒരു കാട് പോലെ നിൽക്കുന്നത്. അത് നമ്മുടെ ഗപ്പീസിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീന്താനോ അനങ്ങാൻ പോലും പറ്റത്തില്ല. കുരുങ്ങും കൈസ്. അതിൻ്റെ വാല് കയറി പണി നടത്തും. അതിൻ്റെ വാല് അതിനങ്ങോട്ടും ഇങ്ങോട്ടും നീന്താൻ പറ്റില്ല കൈസ്. അത് കയറി ഇതിനകത്തോട്ട്
ഈ ഒരു പായലിനകത്തോട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്ത് വരാൻ പറ്റത്തില്ല ഗൈസ്. അതുപോലെ ഉണ്ട് ഇത് ഈ പായൽ. നൈസായിട്ട് നമ്മൾ കുറച്ച് ഓടൊക്കെ വെച്ച് ഇപ്പോൾ താത്തിട്ടുണ്ട്. മൊത്തം പിറക്കി കളയണം. അത് പിറക്കി കളയണമെങ്കിൽ ഇതിനകത്തൊരു 50% ഗപ്പീസ് ചത്തു പോകും. അതുപോലെയാണ് ഗൈസ്. കണ്ടോ, ഈ ഒരു സാധനത്തിനകത്ത് ഗപ്പിയൊക്കെ ഉടക്കി കഴിഞ്ഞാൽ അറിയൂ? ഇല്ല, അറിയത്തില്ല ഗൈസ്. ഇത് നൈസായിട്ടിടാം. ഇതിനകത്തൊന്ന് ഗപ്പീസ് ഗൈസ്, ഇതിനകത്ത് കുറച്ച് ഗപ്പി വെട്ടിരിപ്പുണ്ടായിരുന്നു, അതെല്ലാം പുറത്ത് വന്നു. ഓക്കെ, നമ്മളപ്പോൾ ഇതിങ്ങനൊരു മാറ്റ് വിരിക്കുന്ന പോലെ വിരിച്ചിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഇറക്കട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ എന്നെയൊന്ന് ആലോചിക്കുന്നത്. കണ്ടോ ഈ സൈഡിലൊക്കെ കണ്ടോ, ഇത് കണ്ടോ, ഇവൻ ഇത്രയും കിടക്കുന്ന കണ്ടോ? ഇതിനകത്തോട്ട് കയറി ഉടക്കും ഈ ഗപ്പിയെ, ഇതിനകത്ത് കയറും, പിന്നെ അതിനെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ സംഭവം. അല്ല പിന്നെ മൊത്തം കോരി കളയണം. ഇപ്പോൾ നമ്മൾ ചെയ്തതായിട്ടൊന്നും ചെയ്ത് തൊട്ടു, അതാണ് ഒരിച്ചിരി പിറക്കിയതാണ്. ഇത് മൊത്തം പൊങ്ങി പൊങ്ങി ഇങ്ങ് പോകുന്നു. ഇപ്പോൾ അത് മൊത്തം ഒരു ഇതുപോലെ നിൽക്കുക. ഗപ്പി ഇങ്ങനെ നീന്തി പോകാമെന്ന് വിചാരിക്കാണ്ട് ഇങ്ങനെ അതിനകത്തോട്ട് ഈ ഒരു പായലിനകത്ത് ഉടക്കും, അതിനകത്ത് കിടക്കും. അതിനിറങ്ങാൻ പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ചത്തങ്ങ് പോകും. ആണിപ്പോൾ ഇവിടെ നടക്കുന്നത്. കുറച്ച് ചത്തുപോയെന്ന് തോന്നുന്നു കേട്ടോ. ചത്തുപോയെന്ന് തോന്നുന്നില്ല, ഉടക്കി കിടക്കുമെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ കാണാം, വെള്ളം പടം ഇളകി. ഒരു 10 മിനിറ്റ് നമുക്കിത് അടക്കി വെക്കാം. എന്നാ സുഖമായിരുന്നു വെറുതെ ഇരുന്ന ഗപ്പിയെ അതിനെ ഇട്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഗപ്പീസൊക്കെ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കഴപ്പ് കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ. ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഇപ്പം നമ്മുടെ വീഡിയോയുടെ ഇത് ഇത്രേ ഉള്ളായിരുന്നു. നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് വാലെടുത്ത് ഇതിനകത്ത് ഇട്ട് ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ടാറ്റ. അപ്പോൾ നമ്മൾ ആ കുളത്തിൽ നിന്ന് ഈ ഒരു ഫിഷ് ടാങ്കിലിട്ട്, ആ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലിട്ട് കുറച്ച് വായലിടാൻ നമുക്ക് നല്ലൊരു 8ൻ്റെ പണി കിട്ടി. അങ്ങനെ മണിക്കൂറുകൾക്ക് കഷ്ടപ്പാടിന് ശേഷം നമ്മളതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമ്മൾ 2 ഗ്ലാസ് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗപ്പീസൊന്നും വരാത്ത രീതി ഈ സൈഡോട്ടാക്കിയിട്ട് ഒരുപാട് പായൽ പൊങ്ങിക്കുന്നിടത്തോട്ടൊരു ഗ്ലാസ് അങ്ങനെ ഈ സൈഡങ്ങ് താത്തങ്ങ് വെക്കുക. അതായത് ആ സൈഡിലോട്ട് ഗ്ലാസ് അങ്ങ് താത്തങ്ങ് വെക്കും ഗൈസ്. അപ്പം സീനില്ലാതെ സെറ്റായിട്ട് വെക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ നൈസായിട്ട് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഗപ്പീസിനെല്ലാം ഈ സൈഡിലോട്ട് ആക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ഈ ഒരു ഗ്ലാസ് നൈസായിട്ട് അങ്ങ് ഇതാക്കുവാണ്. ഗപ്പീസൊന്നും അതിൻ്റെ അടിയിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ നൈസായിട്ട് അങ്ങ് താത്ത്. ഓക്കെ, സെറ്റ്. അതിൻ്റെ അടിയിൽ ഗപ്പീസൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളതങ്ങനെ ചെരിച്ച് നൈസായിട്ട് താത്തങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സുണ്ട്. നമ്മളിവിടെ എടുത്ത് ഇത്ര സൈഡിലോട്ട് നൈസായിട്ടങ്ങ് ചെരിച്ചങ്ങ് വെക്കുകയാണ്. ഓക്കെ, സെറ്റ്. ഇനി അങ്ങനെ ആ പോള ഒരുപാട് പൊങ്ങിവരും തോന്നില്ല. പക്ഷെ എനിക്കൊന്ന് ആ ഗ്ലാസ് വെച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഇച്ചിരി എന്തൊക്കെയോ കൊത്തിപ്പിറക്കുന്ന കുറച്ച് ഗപ്പീസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് സീനില്ല ഗൈസ്, ഒന്ന് സെറ്റാക്കട്ടെ, വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഗൈസ് മണിക്കൂറുകൾക്ക് ശേഷം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഗപ്പീസ് എല്ലാം സേഫാണ്. എല്ലാം നമ്മൾ സെറ്റാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടാങ്കിനകത്തോട്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ള പായൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗപ്പീസ് ഇതിനകത്ത് കിടക്കുന്ന എല്ലാ പായലിൽ ഇങ്ങനെ കൊത്തി ഏതാണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കോട്ട് കയറുന്നൊന്നുമില്ല. കൊത്തി ഏതാണ്ട് കഴിച്ചിട്ട് ആ വഴിയെല്ലാം കറങ്ങിടിച്ച് നടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇതിനകത്തെ ഗപ്പീസും കുറച്ചൊക്കെ അടിയിലാണ്. ബാക്കിയെല്ലാം പൊങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം മണ്ടയ്ക്ക് നിന്ന് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നൈസായിട്ട് കഴിക്കുകയാണ്.
വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഇളകിയായിരുന്നു. അപ്പം അതിൻ്റെ എന്തോ ഒരു കുഴപ്പമുണ്ടോ, അതെല്ലാം ഒന്ന് വെള്ളമെല്ലാം ഒന്ന് ക്ലിയറായി നമുക്ക് നല്ല ഇതിൻ്റെ അടിഭാഗം കാണാൻ പറ്റുന്ന രീതി ക്ലിയർ ആകട്ടെ ഗൈസ്. നമ്മുടെ അടിയിലുള്ള പായലും അതെല്ലാം കാണാൻ പറ്റുന്ന രീതി ക്ലിയർ ആണ്. അതിന് എന്നാലും ഒരു അരമണിക്കൂർ എടുക്കും ഗൈസ്, അങ്ങനെ സെറ്റാകട്ടെ. ഇപ്പോൾ നിലവിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാം സെറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ.